ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ 12ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ ഫസ്റ്റ് മാസ് ലോസ് ഒബ്സർവ്ഡ് ഇൻ ദി തെർമോഗ്രാം ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ആട്രിബ്യൂട്ടഡ് ടു? അപ്പോൾ നോക്കിക്കേ, എന്താ ചോദ്യം? What is the first mass loss observed in thermogram of calcium oxalate monohydrate? ഇപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിൻ്റെ തെർമോഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് മാസ് ലോസ് എന്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് സംഭവിക്കുന്നത്? ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഫോർമേഷൻ വഴിയായിട്ടാണോ ആദ്യത്തെ മാസ് ലോസ് ഉണ്ടാവുന്നത്? അതോ റിലീസ് ഓഫ് വാട്ടർ കാരണമാണോ? അതോ റിലീസ് ഓഫ് കാർബൺ മോണോക്സൈഡ് കാരണമാണോ? അതോ റിലീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കാരണമാണോ? ഇതിൽ ഏത് പ്രോസസ്സ് അല്ലെങ്കിൽ ഏത് സ്റ്റെപ്പ് നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിൻ്റെ തെർമോഗ്രാമിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് മാസ് ലോസ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. When heated, calcium oxalate monohydrate decomposes in 3 well-defined steps. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്ന കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിൻ്റെ ഡിക്കമ്പോസിഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെർമോഗ്രാമിൽ ഉണ്ടാവുന്ന മാസ് ലോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം പ്രധാനമായിട്ടും 3 ഡിഫറെൻറ്റ് സ്റ്റെപ്സിലായിട്ടാണ് ഈ കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? വിച്ച് ഇൻവോൾവ്സ് ദ ലോസ് ഓഫ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ടു ഫോം അൺഹൈഡ്രസ് കാൽഷ്യം ഓക്സലേറ്റ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? സ്റ്റെപ്പ് 1 ഇറ്റ് ഇൻവോൾവ്സ് ലോസ് ഓഫ് വാട്ടർ മോളിക്യൂള് ലോസ് ചെയ്യും. എവിടെ നിന്നാണ്? ഈ കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിൽ നിന്നും ഈ വാട്ടർ മോളിക്യൂള് ലോസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സലേറ്റ് ഫോം ചെയ്യും. വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിൽ നിന്നും വാട്ടറിൻ്റെ റിമൂവലാണ്. വാട്ടർ റിമൂവ് ചെയ്തിട്ട് അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സലേറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? കാൽഷ്യം ഓക്സലേറ്റ് then thermally decomposes to calcium carbonate in step 2 with the loss of carbon monoxide. ഇനി അടുത്ത സ്റ്റെപ്പിൽ, ആദ്യത്തെ സ്റ്റെപ്പിൽ ഇപ്പോൾ എന്താ ഫോം ചെയ്തിട്ടുള്ളത്? കാൽഷ്യം ഓക്സലേറ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ കാൽഷ്യം ഓക്സലേറ്റ് വീണ്ടും തെർമലി ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം കാർബണേറ്റും ഫോം ചെയ്യും. അതിനോടൊപ്പം തന്നെ കാർബൺ മോണോക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ഡീകമ്പോസ് ചെയ്ത് അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സലേറ്റ് ഫോം ചെയ്തു, വാട്ടറിനെ എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സലേറ്റ് തെർമലി ഡീകമ്പോസ് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്തു. അതിനോടൊപ്പം തന്നെ കാർബൺ മോണോക്സൈഡിനെ റിലീസ് ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഫൈനൽ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ സ്റ്റെപ്പിൽ ആരാ ഫോം ചെയ്ത് നിൽക്കുന്നത്? കാൽഷ്യം കാർബണേറ്റ് അല്ലേ? അപ്പൊ ഈ കാൽഷ്യം കാർബണേറ്റ് ഫെർദർ ഡീകമ്പോസിഷൻ നടന്ന് എന്തായിട്ട് ഫോം ചെയ്യും? കാൽഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും. ആൻഡ് ഈ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ആരെ അവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടും? കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യപ്പെടും. അപ്പൊ ഇവിടെ ഓവറോൾ 3 സ്റ്റെപ്പുകളിലായിട്ട് ആരെയൊക്കെയാണ് റിമൂവ് ചെയ്തത്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് എന്താണ്? റിമൂവൽ ഓഫ് വാട്ടർ ആണ്. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിമൂവൽ ഓഫ് എന്തായിരുന്നു? കാർബൺ മോണോക്സൈഡ് ആയിരുന്നു. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ റിമൂവൽ ഓഫ് എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ റിമൂവൽ ഓഫ് വാട്ടർ റിമൂവ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തോ ഉണ്ടായത്? കാൽഷ്യം ഓക്സലേറ്റ് ഫോം ചെയ്തു. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാൽഷ്യം കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്തു? കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്തു. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്തു? കാൽഷ്യം ഓക്സലേറ്റിനെയും ഫോം ചെയ്തു അല്ലേ? അപ്പോൾ ഇതാണ് ഓവറോൾ തെർമോഗ്രാം കറസ്പോണ്ടിങ് ടു കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ ആണേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോദ്യത്തിലോട്ടൊന്ന് വന്ന എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഫസ്റ്റ് മാസ് ലോസ് ഒബ്സർവ്ഡ് ഇൻ തെർമോഗ്രാം ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്? കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിൽ ആദ്യ മാസ് ലോസ് എന്ത് കാരണമായിരുന്നു?
എന്ത് കാരണമാണ്? വാട്ടറിനെ റിമൂവ് ചെയ്തു അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പിൽ അതല്ലേ നടന്നത്? വാട്ടറിനെ റിമൂവ് ചെയ്തു, അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സലേറ്റ് ഫോം ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡ്യൂ ടു റിലീസ് ഓഫ് വാട്ടർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ റിലീസ് ഓഫ് CO എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് ലോസ് ആണ്. ആൻഡ് റിലീസ് ഓഫ് CO2 എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് ലോസ് ആണ്. ആൻഡ് ഫോർമേഷൻ ഓഫ് CaCO3 മാസ് ലോസിന്റെ റീസൺ ആയിട്ടല്ല പറയുന്നത്, മാസ് ലോസിന്റെ റീസൺ ആയിട്ട് ആരെ അവിടെ നിന്ന് റിമൂവ് ചെയ്തു എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യം. At approximately what temperature range, heating rate 10 Kelvin per minute, does the first mass loss occurs in the thermogram of calcium oxalate monohydrate? വീണ്ടും ആ thermogram of calcium oxalate monohydrate റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവരുടെ ഫസ്റ്റ് മാസ്, നേരത്തെ ചോദിച്ചത് ഫസ്റ്റ് മാസ് ലോസ് ഉണ്ടാവാനായിട്ടുള്ള കാരണമായിരുന്നു, റീസൺ ആയിരുന്നു ചോദിച്ചത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് മാസ് ലോസ് ഒക്വർ ചെയ്യുന്ന സമയത്ത് അത് ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ഹീറ്റിംഗ് റേറ്റ് 10 Kelvin per minute ആണ് എന്നുണ്ടെങ്കിൽ ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് ഫസ്റ്റ് മാസ് ലോസ് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. 150 to 200 ഡിഗ്രി സെൽഷ്യസ് ആണോ, 250 to 400 ഡിഗ്രി സെൽഷ്യസ് ആണോ, 400 to 600 ഡിഗ്രി സെൽഷ്യസ് ആണോ, ഒരു 600 to 800 ഡിഗ്രി സെൽഷ്യസ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, അപ്പോൾ ഇവിടെ ഹീറ്റിംഗ് റേറ്റ്, രണ്ട് ഹീറ്റിംഗ് റേറ്റുകൾ നോക്കാനുണ്ട്. ഇവിടെ ഞാൻ ഈ ബ്ലാക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഹീറ്റിംഗ് റേറ്റ് എന്ന് പറയുന്നത് 10 Kelvin per minute ആണ്. ആൻഡ് ഈ റെഡ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് 200 Kelvin per minute ഹീറ്റിംഗ് റേറ്റ് വരുമ്പമുള്ള തെർമോഗ്രാം ആണ്. ഓക്കെ, നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് temperature corresponding to first mass loss for heating rate 10 Kelvin per മിനിറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ 10 Kelvin per മിനിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഈ ബ്ലാക്ക് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ബ്ലാക്ക് ഗ്രാഫിലോട്ട് നോക്കിക്കേ. ഫസ്റ്റ് മാസ് ലോസ് ഉണ്ടായിട്ടുള്ളത്, ഓക്കെ, ഫസ്റ്റ് മാസ് ലോസ് ഉണ്ടായിട്ടുള്ളത് ഏത് റേഞ്ചിലാണ്? ഒരു 150 to 200 റേഞ്ചിലല്ലേ സംഭവിച്ചിട്ടുള്ളത് അല്ലേ? ഒരു 150 to 200 റേഞ്ചിലാണ് ഫസ്റ്റ് മാസ് ലോസ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ? സെക്കൻഡ് മാസ് ലോസ് സംഭവിച്ചിട്ടുള്ളത് ഒരു 500 to 600 അല്ലെങ്കിൽ ഒരു 450 to 550 റേഞ്ചിലാണ്. ആൻഡ് തേർഡ് മാസ് ലോസ് സംഭവിച്ചിട്ടുള്ളത് ഒരു 650 to ഒരു 750 800 ആ ഒരു റേഞ്ചിനിടയിലാണ് തേർഡ് മാസ് ലോസ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ? എപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്? നമ്മുടെ ചോദ്യത്തിൽ 10 Kelvin per minute ഹീറ്റിംഗ് റേറ്റ് വരുമ്പോൾ ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ 200 ആണെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരും അല്ലേ? 200 ആണെന്നുണ്ടെങ്കിൽ നോക്ക്, ഇവിടെ സംഭവിച്ചിട്ടുള്ള റേഞ്ച് 200 to ഒരു 300 400 റേഞ്ചിലാണ് ആ ഒരു മാസ് ലോസ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ എ 150 to 200 ആണ്. ബാക്കി 250 to 300 എന്താ, അവർ കോൺസ്റ്റന്റ് ആയിട്ടാണ് മാസ് നിൽക്കുന്നത് അല്ലേ? കോൺസ്റ്റന്റ് ആയിട്ടാണ് മാസ് 250 300 റേഞ്ചിലൊക്കെ നിൽക്കുന്നത്. അതുപോലെ തന്നെ 400 600 റേഞ്ചിലോ രണ്ടാമത്തെ മാസ് ലോസ് ആണ് സംഭവിക്കുന്നത്. ആൻഡ് 600 800 റേഞ്ചിലോ 600 800 റേഞ്ചിൽ മൂന്നാമത്തെ മാസ് ലോസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മാസ് ലോസ് സംഭവിക്കുന്നത് 150 to 200 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിലാണ് ഫസ്റ്റ് മാസ് ലോസ് സംഭവിക്കുന്നത് കേട്ടോ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 14ാമത്തെ ചോദ്യം. ഇതും നമ്മുടെ സെയിം ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ചോദ്യമാണ്. തെർമോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഈ കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ ഡികമ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള സെയിം ചോദ്യം തന്നെയാണ്. ദ സെക്കൻഡ് മാസ് ലോസ് ഇൻ ദി തെർമോഗ്രാം ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ഈസ് ഡ്യൂ ടു. എന്താ നേരത്തെ ചോദിച്ചത് എന്തായിരുന്നു? ഫസ്റ്റ് മാസ് ലോസ് എന്ത് കാരണമായിരുന്നു? വാട്ടറിന്റെ റിലീസ് കാരണമായിരുന്നു അല്ലേ? സെക്കൻഡ് മാസ് ലോസ് എന്ത് കാരണമാണ്? കാർബൺ മോണോക്സൈഡ്. ആൻഡ് തേർഡ് മാസ് ലോസ് കാർബൺ ഡയോക്സൈഡ് കാരണം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓക്സിജനോ നൈട്രജനോ ഹൈഡ്രജനോ വല്ലോ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിനകത്ത്? ഇല്ല. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം വീണ്ടും പറയണമെന്നില്ലല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ വാട്ടറിനെ റിലീസ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സലേറ്റ് ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാൽഷ്യം ഓക്സലേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാർബൺ മോണോക്സൈഡിനെ റിലീസ് ചെയ്യുന്നു, കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സലേറ്റ് കിട്ടുന്നു, കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം.
ദ ഡെറിവേറ്റീവ് തെർമോഗ്രാം DTG, ഇതും തെർമോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. 4 ചോദ്യമാണ് കേട്ടോ, അടുപ്പിച്ചിട്ടുള്ള 4 ചോദ്യം. അത് സെയിം കൺസെപ്റ്റ്, നമ്മുടെ DTA അങ്ങനെ കൺസെപ്റ്റ് മാറിയൊന്നും ചോദിച്ചിട്ടില്ല. ആ ഒരു ഇൻസ്ട്രുമെന്റേഷൻ ടെക്നിക്കൽ മൊത്തത്തിൽ തെർമോഗ്രാം റിലേറ്റഡ് ആയിട്ടാണ് ഈ അടുപ്പിച്ചുള്ള 4 ചോദ്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ഡെറിവേറ്റീവ് തെർമോഗ്രാം ഓർ DTG ഈസ് എ പ്ലോട്ട് ഓഫ് ഡാഷ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. നമ്മൾ തെർമോഗ്രാം അല്ല ചോദിച്ചിരിക്കുന്നത്, ഡെറിവേറ്റീവ് തെർമോഗ്രാം എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എക്സ് വൈ ആക്സിസുകൾ എന്തിനെയൊക്കെയാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പം എന്തിനെയാണ് ടെമ്പറേച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ആക്സിസിൽ ടെമ്പറേച്ചർ ആണെന്ന് തന്നിട്ടുണ്ട്, അടുത്ത ആക്സിസിൽ എന്തിനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, എക്സ് ആക്സിസിൽ എന്തിനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തെർമോഗ്രാമിലല്ല ചോദിച്ചിട്ടുള്ളത്, ഡെറിവേറ്റീവ് തെർമോഗ്രാമിന്റെ കേസിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, എക്സ് ആക്സിസിൽ ആരെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, വൈ ആക്സിസിൽ ആരെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? ഡെൽറ്റ എം ബൈ ഡെൽറ്റ ടി ആണോ, ഡെൽറ്റ എം ആണോ, ഡെൽറ്റ ടി ആണോ, ഡെൽറ്റ എച്ച് ആണോ? നോക്കിക്കേ, the thermogravimetric curve represent a plot of mass of a sample as a function of temperature. നമുക്കിപ്പം നേരിട്ട് ഡെറിവേറ്റീവ് തെർമോഗ്രാം എന്നല്ല, തെർമോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെർമോഗ്രാവിമെട്രിക് കർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് മാസ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആയിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഒരു ആക്സിസിൽ മാസ്, അടുത്ത ആക്സിസിൽ ടെമ്പറേച്ചറിനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. എന്നാൽ ഡെറിവേറ്റീവ് തെർമോഗ്രാവിമെട്രിക് കർവ് ഓർ DTG കർവ് ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ഓഫ് എ സാമ്പിൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും മെഷർ ചെയ്യുന്നത്. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഈസ് പ്ലോട്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് as a function of temperature is plotted against the temperature axis കേട്ടോ. അപ്പം ഡെൽറ്റ എം ബൈ ഡെൽറ്റ ടി വേഴ്സസ് ടെമ്പറേച്ചർ ആണ് ഡെറിവേറ്റീവ് തെർമോഗ്രാവിമെട്രിയിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യമാണ്, നോക്കുക. ദ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓർ COD മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ്. അപ്പോൾ COD എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് ദ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മാറ്റർ ഇൻ വാട്ടർ. വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട്, അതാണോ COD? അതോ ഓക്സിജൻ റിക്വയർഡ് ബൈ ദി അക്വാറ്റിക് ഓർഗാനിസംസ്, അക്വാറ്റിക് ഓർഗാനിസംസിന് അവരുടെ കാര്യങ്ങൾ, ബ്രീത്തിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എന്നാണോ? അതോ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ വാട്ടർ, വെള്ളത്തിനകത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവെന്നാണോ? അതോ ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഫോട്ടോസിന്തസിസ് എന്നാണോ? ഇതിലേതാണ് COD അല്ലെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? അപ്പോൾ ഇവിടുന്ന് നമ്മൾ 3 കൺസെപ്റ്റുകൾ പഠിച്ചു വെച്ചേക്കുക. 3 റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് മാറി മാറി ചോദിക്കുക. ഒന്നെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ COD ഓർ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ നമുക്ക് 3 ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് DO അല്ലെന്നുണ്ടെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ നോക്കാം. നോക്കിക്കേ, ഓക്സിജൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ഇൻ വാട്ടർ. നമുക്കറിയാം വെള്ളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട H2O ഇല്ലാത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്, ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ DO ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ. അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് DO. അതായത് നമുക്കൊരു വാട്ടറിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, നല്ല ശുദ്ധമായിട്ടുള്ള ജലമാണോ, നമുക്ക് ഉപയോഗയോഗ്യമായിട്ടുള്ള ജലമാണോ, ആ രീതിയിൽ നമുക്ക് വാട്ടറിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാനായിട്ടുള്ള ഒരു പാരാമീറ്റർ ആയിട്ട് നമുക്ക് ഡിസോൾവ്ഡ് ഓക്സിജനെ കണക്കാക്കാം. The optimum value for good water quality is 4 to 6 milligram per liter of dissolved oxygen. ഈ പറയുന്ന ഓരോ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ്. വെള്ളത്തിൻ്റെ ശുദ്ധത അളക്കാനായിട്ട് അല്ലെങ്കിൽ ഉപയോഗയോഗ്യത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് എന്ത്, ഈ പറയുന്ന ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഒപ്റ്റിമം വാല്യൂ ഫോർ ഗുഡ്
വാട്ടർ ക്വാളിറ്റി. അപ്പോൾ ഒരു നല്ല ശുദ്ധമായിട്ടുള്ള ജലമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗയോഗ്യമായിട്ടുള്ള ഒരു ജലമാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിഒയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏത് റേഞ്ചിൽ നിൽക്കണം? ഒരു 4 to 6 mg/L ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് എങ്കിലും മാത്രമേ നമുക്കത് ഉപയോഗയോഗ്യമായിട്ടുള്ള ഒരു വാട്ടർ ആണ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് അവരെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ലോവർ ഡിസോൾവ്ഡ് ഓക്സിജൻ ഷോസ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ നോക്കിക്കേ, ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള ഓക്സിജന്റെ അളവാണ്. അപ്പോൾ ലോവർ ഡിഒ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. ദാറ്റ് മീൻസ് അത് നല്ല വെള്ളമായിരിക്കുമോ, നല്ല ജലമായിരിക്കുമോ, നമുക്ക് ഉപയോഗയോഗ്യമായിട്ടുള്ളതായിരിക്കുമോ? അല്ല. സോ ലോവർ ഡിഒ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു പൊല്യൂട്ടഡ് വാട്ടർ സോഴ്സ് ആണ്, അത് നല്ല രീതിയിൽ മലിനമായിട്ടുള്ള ഒരു ജലസ്രോതസ്സാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലോവർ ഡിസോൾവ്ഡ് ഓക്സിജൻ മീൻസ് ദ വാട്ടർ ഈസ് ഹൈലി പൊല്യൂട്ടഡ് എന്നാണ് അർത്ഥം. ഇനി ആബ്സെൻസ് ഓഫ് ഡിഒ ഇൻഡിക്കേറ്റ് സെപ്റ്റിക് കണ്ടീഷൻ ചോദിക്കുന്നതാണ്. ഇനി ഡിസോൾവ്ഡ് ഓക്സിജന്റെ ആബ്സെൻസ്, ലോവർ വാല്യൂ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അത് പൊല്യൂഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ആബ്സെൻസ് ഓഫ് ഡിഒ ഒന്നുമില്ല, ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവേ ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാട്ടർ സോഴ്സസിനെ നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നത്? ഇറ്റ് ഈസ് ഇൻ സെപ്റ്റിക് കണ്ടീഷൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഇൻ സെപ്റ്റിക് കണ്ടീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ടുന്ന അപ്രോപ്രിയേറ്റ് എമൗണ്ടിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ശുദ്ധമായിട്ടുള്ള ജലമാണ്, നമുക്ക് ഉപയോഗയോഗ്യമാണ്, നമ്മുടെ പേർപ്പസസിനൊക്കെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജലസ്രോതസ്സാണ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കണേ, ലോവർ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻഡിക്കേറ്റ് എന്താ? പൊല്യൂഷൻ. ആൻഡ് ആബ്സെൻസ് ഓഫ് ഡിഒ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻഡിക്കേറ്റ് സെപ്റ്റിക് കണ്ടീഷൻ. ഓർത്ത് വെച്ചേക്കണേ. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. The Winkler's method is used for the determination of dissolved oxygen. ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവിനെ, ഒരു വെള്ളത്തിലുള്ള ഒരു ജലസ്രോതസ്സിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവിനെ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? വിങ്ക്ലേഴ്സ് മെത്തേഡ്. ഓർത്ത് വെച്ചേക്കുക കേട്ടോ. വിങ്ക്ലേഴ്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഡിസോൾവ്ഡ് ഓക്സിജൻ പ്രസന്റ് ഇൻ എ വാട്ടർ സോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡിസോൾവ്ഡ് ഓക്സിജനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓരോ പോയിന്റും നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് COD അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. നോക്കിക്കേ, COD ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് ഓർഗാനിക് കണ്ടന്റ് ഇൻ വാട്ടർ. അപ്പോൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിലുള്ള ഓർഗാനിക് കണ്ടന്റിന്റെ മെഷർമെന്റ് ആണ് COD, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് ഓഫ് ഓർഗാനിക് കണ്ടന്റ് ഇൻ വാട്ടർ, ഒരു വെള്ളത്തിലുള്ള ഓർഗാനിക് കണ്ടന്റിന്റെ ഒരു ഇൻഡെക്സ് ആയിട്ട്, ഒരു റെഫറൻസ് ആയിട്ടാണ് നമ്മൾ COD വാല്യൂ യൂഷ്വലി മെഷർ ചെയ്യുന്നത്. അപ്പോൾ COD ഈസ് ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ദാറ്റ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ വാട്ടർ ടു ഓക്സിഡൈസ് ദ കെമിക്കൽ ഓർഗാനിക് മെറ്റീരിയൽസ്. അപ്പോൾ എന്താണ് COD എന്ന് പറഞ്ഞാൽ? COD ഈസ് ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ദാറ്റ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദി വാട്ടർ to oxidize the chemical organic materials, or COD describes the amount of oxygen required to chemically break down the pollutants. അപ്പോൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ COD എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ടു ബ്രേക്ക് ഡൗൺ ദ ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ പൊല്യൂട്ടൻസ്. ഒരു ജലസ്രോതസ്സിലുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ അല്ലെങ്കിൽ പൊല്യൂട്ടൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓർഗാനിക് കണ്ടന്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? COD അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ COD എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ബ്രേക്ക് ഡൗൺ ദ പൊല്യൂട്ടൻസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ വാട്ടർ. വെള്ളത്തിനകത്തുള്ള ഓർഗാനിക് കമ്പോണന്റുകളെ അല്ലെന്നുണ്ടെങ്കിൽ പൊല്യൂട്ടൻസിനെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എമൗണ്ട്, അതാണ് COD എന്ന് പറഞ്ഞാൽ. ഹയർ COD ലെവൽസ് മീൻസ് എ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ദ സാമ്പിൾ വിച്ച് വിൽ റെഡ്യൂസ് ദ ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവൽസ്. അപ്പോൾ നോക്കിക്കേ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു വെള്ളത്തിൽ CODയുടെ അളവ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ പൊല്യൂഷൻ കൂടുതലായിരിക്കുമോ, പൊല്യൂഷൻ കുറവായിരിക്കുമോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ പൊല്യൂഷൻ കുറവായിരിക്കും അല്ലേ. ഇവിടെ COD കൂടുതലാണെങ്കിൽ എന്താ അർത്ഥം? COD എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഡീകമ്പോസ് ഓർഗാനിക് മാറ്റർ ഓർ പൊല്യൂട്ടൻസിനെ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ ആവശ്യമായിട്ട് വേണ്ടി വരുന്ന ഓക്സിജന്റെ അളവ്, അതാണ് COD. അപ്പോൾ COD കൂടുതലാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരുപാട് ഓക്സിജനെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്തിനു വേണ്ടി? ഓർഗാനിക് മാറ്ററിനെ അല്ലെങ്കിൽ പൊല്യൂട്ടൻസിനെ ഡീകമ്പോസ് ചെയ്യാൻ ഒരുപാട് ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓക്സിജനെ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ CODയുടെ വാല്യൂ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ പൊല്യൂഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഒരുപാട് ഓക്സിജനെ ഈ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. കാരണം ഓക്സിജനെ എല്ലാം ഡീകമ്പോസിഷന് വേണ്ടിയിട്ട്, ഈ ഓർഗാനിക് മാറ്ററിന്റെ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. സോ അവിടെയുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് എങ്ങനെയാവും? വളരെ കുറയും. സോ നമുക്ക് പറയാം CODയുടെ വാല്യൂ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ദാറ്റ് മീൻസ് പൊല്യൂഷന്റെ അളവ് കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ,
ഇനി മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് എന്ത്? BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതെന്താണ് നോക്കിക്കേ. BOD is the amount of dissolved oxygen needed by the aerobic biological organisms to break down the organic matter present in a given water sample at certain temperature over a specific period of time. അപ്പോൾ BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും എന്താണ്? ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവാണ്. എന്തിനു വേണ്ടി? നീഡഡ് ബൈ ദി എയ്റോബിക് ബയോളജിക്കൽ ഓർഗാനിസംസ് ടു ബ്രേക്ക് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ. അപ്പോൾ ബയോളജിക്കൽ ഓർഗാനിസംസ് എന്തുമാത്രം ഓക്സിജനെ അല്ലെങ്കിൽ എന്തുമാത്രം ഡിസോൾവ്ഡ് ഓക്സിജനെ എടുത്തിട്ടാണ് അതിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യുന്നത്, ആ അളവിനെയാണ് നമ്മൾ BOD എന്ന് പറഞ്ഞത്. അപ്പോൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബയോളജിക്കലി എയ്റോബിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്തുമാത്രം ഓക്സിജനെ യൂസ് ചെയ്തിട്ടാണോ നമ്മുടെ വെള്ളത്തിൽ പ്രസന്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻസുകളെയും ഓർഗാനിക് മാറ്ററിനെയും ഒക്കെ ഡികമ്പോസ് ചെയ്യുന്നത്, അതിനെയാണ് BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിന്റെ കേസിൽ അവരുടെ BODയുടെ റേഞ്ച് ഓർത്ത് വെച്ചേക്കുക 1 to 2 ppm ആയിരിക്കും. ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് 4 to 6 മില്ലിഗ്രാം പെർ ലിറ്റർ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറിന്റെ BODയുടെ റേഞ്ച് 1 to 2 ppm റേഞ്ചിലേ നിൽക്കാവും കേട്ടോ. The biochemical oxygen demand is the amount of oxygen the microorganisms required to break down the organic matter. അപ്പോൾ എന്താണ് ഇൻ എഫക്റ്റ് നമുക്ക് പറയാം. എന്താ BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദി മൈക്രോ ഓർഗാനിസംസ് ഇൻ ഓർഡർ ടു ബ്രേക്ക് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ ദി വാട്ടർ. വെള്ളത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ ഡികമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഓക്സിജനെയാണോ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അതിനെയാണ് നമ്മൾ BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് യൂഷ്വലി വിളിക്കുക. ഓക്കെ. In contrast, the chemical oxygen demand is the amount of oxygen required to break down the organic material by oxidation. ആ ഡിഫറൻസും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ BOD ആയാലും COD ആയാലും ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ബ്രേക്ക് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യാൻ ആവശ്യമായിട്ട് വേണ്ടി വരുന്ന ഓക്സിജൻ്റെ അളവിനെയാണ് നമ്മൾ BOD വെച്ചിട്ടും COD വെച്ചിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിഫറൻസ് എന്താണ്? BODക്കകത്ത് എന്തായിരിക്കും? മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന ഡിസോൾവ്ഡ് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ഡികമ്പോസിഷൻ നടത്തുന്നത്. ആൻഡ് CODക്കകത്ത് എന്താണ് പ്രത്യേകത? ഓക്സിഡേഷൻ വഴിയാണ് ഈ പറയുന്ന ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് നടത്തുന്നത്. രണ്ടിടത്തും ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് തന്നെയാണ്. ആൻഡ് ആദ്യത്തെ കേസിൽ BODയുടെ കേസിൽ ഇത് മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്ന ഓക്സിജൻ്റെ അളവാണ്. രണ്ടാമത്തെ കേസിൽ അത് ഓക്സിഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിജൻ്റെ അളവാണ് കണക്കാക്കുന്നത്. അതാണ് ഡിഫറൻസ്. ഓക്കെ ആണേ? ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് പോയി. എന്തായിരുന്നു COD മെഷർ ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് ദി ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ അല്ലേ? വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെയും ഇൻഓർഗാനിക് മാറ്റേഴ്സിനെയും ഓക്സിഡൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ അളവ്, അതാണ് COD. ഓക്സിജൻ റിക്വയർഡ് ബൈ ദി എക്വാട്ടിക് ഓർഗാനിസംസ് ആണോ? അല്ല. ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദി വാട്ടർ ആണോ? അല്ല, അത് DO ആണ് അല്ലേ. ദെൻ ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഫോട്ടോസിന്തസിസ് ആണോ? അല്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ നമ്മുടെ കൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി 17ാമത്തെ ചോദ്യം നോക്കുക. The drugs that bind to receptors and block the effects of the natural ligand. ഇപ്പം എന്താ ചോദ്യം? ഡ്രഗ് ദാറ്റ് ബൈൻഡ് ടു ദി റിസപ്റ്റേഴ്സിൽ ചെന്ന് ബൈൻഡ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ഡ്രഗ് ആൻഡ് അവരുടെ ജോലി എന്താ? ബ്ലോക്ക് ദി ഇഫക്റ്റ് ഓഫ് നാച്ചുറൽ ലിഗാൻസ്. നാച്ചുറൽ ലിഗാൻസിൻ്റെ ഇഫക്റ്റുകളെ ഇല്ലാണ്ടാക്കുന്നു. റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് അവിടെയുള്ള നാച്ചുറൽ ലിഗാൻഡുകളുടെ ഇഫക്റ്റിനെ ഇല്ലാണ്ടാക്കുന്ന തരത്തിലുള്ള ഡ്രഗുകൾ ആൻറ്റഗോണിസ്റ്റ് ആണോ, അഗോണിസ്റ്റ് ആണോ, ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണോ, പാർഷ്യൽ അഗോണിസ്റ്റ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ഡ്രഗ്സ് ബൈൻഡ് ടു റിസപ്റ്റേഴ്സ് ആൻഡ് മിമിക് ദ നാച്ചുറൽ ലിഗാൻഡ് ആക്ടിവേറ്റിംഗ് ദ റിസപ്റ്റർ ടു പ്രൊഡ്യൂസ് ദ ബയോളജിക്കൽ റെസ്പോൺസ്. അപ്പോൾ എന്താണ് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ? അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കാറ്റഗറി ഓഫ് ഡ്രഗ്സ്. ഡ്രഗ്സിൻ്റെ ഒരു കാറ്റഗറിയാണ്. ഇവരെന്ത് ചെയ്യും? റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ദേ മിമിക് ദി നാച്ചുറൽ ലിഗാൻഡ്
ആക്ടിവേറ്റിംഗ് ദ റിസപ്റ്റർ ടു പ്രൊഡ്യൂസ് ദി ബയോളജിക്കൽ റെസ്പോൺസ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഈ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഈ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ബയോളജിക്കൽ റെസ്പോൺസസ് പ്രൊഡ്യൂസ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഡ്രഗുകളെയാണ് നമ്മൾ അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ പോയിട്ട് റിസപ്റ്റേഴ്സിലെ ബൈൻഡ് ചെയ്തിട്ട് ആ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. ആ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിച്ചിട്ട് അതിൻ്റെ ഫലമായിട്ട് ബയോളജിക്കൽ റെസ്പോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ഡ്രഗുകളെയാണ് നമ്മൾ അഗോണിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് എന്ത്, ആന്റഗോണിസ്റ്റ്. എന്താണ് ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇവരും ഡ്രഗ് കാറ്റഗറി തന്നെയാണ്. ഇവരും എന്ത് ചെയ്യുന്നു, റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു, ബട്ട് ദേ ഡു നോട്ട് ആക്ടിവേറ്റ് ദം. നമ്മൾ അഗോണിസ്റ്റുകൾ പറഞ്ഞു, എന്താണ് അഗോണിസ്റ്റ്, ഈ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അവരെ ആക്ടിവേറ്റ് ചെയ്യിക്കുകയായിരുന്നു അല്ലേ. പക്ഷേ ആന്റഗോണിസ്റ്റോ, ദേ ഡു നോട്ട് ആക്ടിവേറ്റ് ദം. അവർ പോയി ബൈൻഡ് ചെയ്യുന്നു, പക്ഷെ അവരെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നില്ല. മറിച്ച് ദേ ബ്ലോക്ക് ദ നാച്ചുറൽ ലിഗാൻഡ് ഫ്രം ബൈൻഡിങ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ദ റിസപ്റ്റേഴ്സ് നാച്ചുറൽ ഫംഗ്ഷൻ. പക്ഷെ അവർ എന്ത് ചെയ്യുന്നു, ഒരു നാച്ചുറൽ ലിഗാൻഡിനെ അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുകയും അതുവഴി ഇവരുടെ നാച്ചുറൽ ഫങ്ഷൻസിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് പ്രിവെന്റിങ് ദി ബയോളജിക്കൽ റെസ്പോൺസ്. അവരുടെ ബയോളജിക്കൽ റെസ്പോൺസിനെ ടോട്ടലി ഇല്ലാണ്ടാക്കുന്നവരാണ് ആന്റഗോണിസ്റ്റ്. അപ്പോൾ അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ എ കാറ്റഗറി ഓഫ് ഡ്രഗ്സ് വിച്ച് ബൈൻഡ് ദ റിസപ്റ്റേഴ്സ് ആൻഡ് ആക്ടിവേറ്റ് ദെയർ ബയോളജിക്കൽ റെസ്പോൺസ്. അവരുടെ ബയോളജിക്കൽ റെസ്പോൺസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നവരാണ് അഗോണിസ്റ്റ് എങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവരുടെ ബയോളജിക്കൽ റെസ്പോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അതിനെ തടസ്സം സൃഷ്ടിക്കുന്നവരാണ് ആര്, ആന്റഗോണിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വേറെ രണ്ട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇൻവേഴ്സ് അഗോണിസ്റ്റും ഉണ്ട്, പാർഷ്യൽ അഗോണിസ്റ്റും ഉണ്ട്. അതും എന്തുകൊണ്ടെന്ന് നോക്കിക്കേ. ഇൻവേഴ്സ് അഗോണിസ്റ്റ് ഈസ് എ ഡ്രഗ് ദാറ്റ് ബൈൻഡ്സ് ടു ദ സെയിം റിസപ്റ്റർ ആസ് ദ അഗോണിസ്റ്റ് ബട്ട് ഇൻഡ്യൂസസ് എ ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദി അഗോണിസ്റ്റ്. അപ്പോൾ ഇൻവേഴ്സ് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരും ഏകദേശം അഗോണിസ്റ്റുകളെ പോലെ ആക്ട് ചെയ്യും. ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ദേ ബൈൻഡ് ദ സെയിം റിസപ്റ്റർ ആസ് ആൻ അഗോണിസ്റ്റ്. അഗോണിസ്റ്റ് എന്ന് ബൈൻഡ് ചെയ്യുന്നത് പോലെ തന്നെ എന്താ പോയിട്ട് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നുണ്ട്, റെസ്പോൺസും അവിടെ ബയോളജിക്കൽ റെസ്പോൺസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അഗോണിസ്റ്റ് എങ്ങനെയാണോ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർ ഇൻവേഴ്സ് അഗോണിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദേ പ്രൊഡ്യൂസ് ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് അഗോണിസ്റ്റ്. അഗോണിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത റെസ്പോൺസ് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും ആര് പ്രൊഡ്യൂസ് ചെയ്യുക, ഇൻവേഴ്സ് അഗോണിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. then അവസാനമായിട്ട് പാർഷ്യൽ അഗോണിസ്റ്റുകൾ. എന്താണ്, they are drugs that bind to and activate a given receptor but have only partial efficacy at the receptor relative to the full agonist. അപ്പോൾ പാർഷ്യൽ അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗോണിസ്റ്റുകൾ എന്താണ്, ഫുള്ളി ആക്ടിവേറ്റ് ചെയ്ത് ഫുള്ളി ബയോളജിക്കൽ റെസ്പോൺസ് കൊണ്ടുവരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഡ്രഗുകളാണ് അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ പാർഷ്യൽ അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റി പാർഷ്യലി ആയിരിക്കും. നോർമലി ഉള്ള അഗോണിസ്റ്റുകളെ പോലെ ആക്ട് ചെയ്യും, പക്ഷേ പാർഷ്യലി മാത്രമേ ഉള്ളൂ അവരുടെ ഫംഗ്ഷൻ. കംപ്ലീറ്റ് ആയിട്ട് ബയോളജിക്കൽ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ആൻസേഴ്സിലോട്ടൊന്ന് പോയിക്കേ. ഏതാ കറക്റ്റ് ആയിട്ട് വരിക, ഡ്രഗ് ദാറ്റ് ബൈൻഡ് ടു ദി റിസപ്റ്റർ. എല്ലാവരും റിസപ്റ്റേഴ്സിനെ ബൈൻഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ ബ്ലോക്ക് ദി ഇഫക്ട്സ് ഓഫ് നാച്ചുറൽ ലിഗാൻഡ്. നാച്ചുറൽ ലിഗാൻഡിന്റെ ഇഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്നവരാരാണ്, ആരാണ്, ആന്റഗോണിസ്റ്റ്. നമ്മുടെ ആൻസർ കീയിൽ അഗോണിസ്റ്റ് ആണ് തോന്നുന്നു കൊടുത്തേക്കുന്നത്, പക്ഷെ നമ്മളിപ്പോൾ പഠിച്ചു എന്താണ് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ദേ പ്രൊഡ്യൂസ് ബയോളജിക്കൽ റെസ്പോൺസ് ആണ് അല്ലേ. അപ്പോൾ ഇൻഹിബിറ്റ് ബയോളജിക്കൽ റെസ്പോൺസ് ആരാണ്, അല്ലെങ്കിൽ പ്രിവെന്റിംഗ് ബയോളജിക്കൽ റെസ്പോൺസ് ആരാണ്, ആന്റഗോണിസ്റ്റ് ആണ് കേട്ടോ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ആന്റഗോണിസ്റ്റ് ആണ്. അവരാണ് ഈ പറയുന്ന പോലെ ബയോളജിക്കൽ റെസ്പോൺസിനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ചോദ്യങ്ങളുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.